ഇവിടെ PM ശ്രീ പ്രോജക്റ്റിൻ്റെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതിക്ക് കേരളത്തിന് ഫണ്ടും വേണ്ട, കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല. കാരണം PM ശ്രീ പ്രോജക്റ്റിൽ പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചില്ല. ഇവിടെ പ്രശ്നം എന്താ? അതിൻ്റെ പേരിൽ SSK അടക്കമുള്ള മറ്റ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ല ഇവിടെ. ഈ മറ്റ് വകുപ്പുകളും അവരൊക്കെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് PM ഉഷ എന്ന പേരിൽ 5 വർഷത്തേക്ക് 405 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. അവർ 3 ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MOUവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ യാതൊരു മാറ്റത്തിനും തയ്യാറാകില്ല. കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ച അതേ MOUവിൽ തന്നെ ഒപ്പിട്ട് ഇപ്പോൾ കാശ് വാങ്ങി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഭൂമിയിൽ കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന 873.84 കോടി രൂപ കിട്ടിയതാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. PM ശ്രീ പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. PM ശ്രീ എന്നൊരു പേര് വീഴുന്നത് മാത്രമേ ഉള്ളൂ. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അത് 10 വർഷത്തിനുള്ളിൽ 488.14 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന 10 വർഷത്തിനുള്ളിൽ 41.53 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി സ്കീം 7.55 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. PKVY ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി 77.18. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ 10 വർഷത്തിനുള്ളിൽ 196.144 കോടി. ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ 3.76 കോടി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 1.7 കോടി. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ്, മിഷൻ ഓൺ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ആരോഗ്യ വകുപ്പിന് ദേശീയ ആരോഗ്യ ദൗത്യം 2018 മെയ് മാസത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങൾ മുൻഭാഗ ബ്രാൻഡിങ് അടക്കം നമ്മുടെ ഫണ്ട് ഉപയോഗിക്കുന്നു. ആർദ്രം ആയുഷാൻ ആരോഗ്യ മന്ദിർ കേന്ദ്ര സ്കീമിൽപ്പെട്ടതാണ്. അതിൽ MOU ഒന്നും ഒപ്പിട്ടിട്ടില്ല. ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. പിന്നെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വേണമെങ്കിൽ ഒന്ന് പറയാം. ഇവിടെ ജയപ്രകാശൻ ഞാൻ പറഞ്ഞു കൊടുത്താൽ അതിൽ ഒരു സ്ഥലത്തും ആ മെമ്മോറണ്ടത്തിൽ അഗ്രിമെൻറ്റിൽ സാധാരണഗതിയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടില്ല. അത് പൂർണ്ണമായിട്ടും കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല 2007 NEP-യിൽ അതിൽ പേജ് 22-23 പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് SCERTക്ക് തന്നെയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില സംശയങ്ങളുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യുമെന്നുള്ള ചില സംശയങ്ങളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല.